അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അതേപോലത്തെ കുഞ്ഞു ബോട്ടിൽ കയറി അങ്ങോട്ട് പോകും. അപ്പോൾ ഇനിയിപ്പോൾ മൊബൈലും എല്ലാം എടുത്തിട്ട് തൽക്കാലം ബാഗിൽ വെക്കട്ടെ. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം ബോട്ടില്. അങ്ങനെ ഞങ്ങൾ MV കവരത്തിലെ ഷിപ്പിനുള്ളിൽ കയറി. ചെറിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു ഭാഗ്യത്തിന് മഴ വലിയ കാര്യമായിട്ട് ഉണ്ടായില്ല. എന്തായാലും സേഫായിട്ട് എല്ലാവരും കയറി. ഞങ്ങൾ വന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ ഷിപ്പാണ് MV കവരത്തി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് 400 പേർക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. ഇത് 700 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പാസഞ്ചർ ഷിപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാർഗോ ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ നമ്മൾ വന്ന പോലെ അല്ല, കുറച്ചുകൂടെ വലുതാ, കുറച്ചുകൂടെ വലുതാ. ആ Four passengers. 367 നമ്പർ മുറിയിലേക്ക് കയറുന്ന ഞങ്ങൾ 4 പേരുള്ള ജാക്കറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാർഡ്രോബ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ MV ലഗൂൺസ് ആണ് സ്പേസ് ഉള്ളത്. MV കവരത്തിൽ ഷിപ്പൊക്കെ വലിയ ഷിപ്പൊക്കെ തന്നെ, പക്ഷെ റൂം സ്പേഷ്യസ് അല്ല. സെക്കൻഡ് ക്ലാസ് അതേ സ്പേസ് ഉള്ളൂ കാണുന്നുള്ളൂ. വളരെയധികം സങ്കടമുണ്ട് MV കവരത്തിക്കാർ മനസ്സിലാക്കേണ്ടതാണ്. നല്ല രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഷിപ്പ് കണ്ടപ്പോഴും ഷിപ്പിൽ കയറിയപ്പോഴും ഒരുപാട് ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നുമില്ല ഇവിടെ. പക്ഷെ ഒന്നുമില്ല. ഞാൻ എന്റെ സീറ്റ് പോയിട്ട് തരാം. എവിടെയാണ്? 221. ഫസ്റ്റ് ക്ലാസ് ഇവിടെ 2 ദിക്കിലാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടോ? ഇതെന്ത് സാധനമാണ്? റിക്രിയേഷൻ സലൂൺ ഫോർ ക്യാബിൻ ക്ലാസ്. ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ബങ്ക് ക്ലാസിൻ്റെ കഫ്റ്റേരിയ ഇതാണ്.
കവരത്തിയിലെ റിക്രിയേഷൻ റൂം ഫസ്റ്റ് ക്ലാസ് ക്യാമ്പിനോട് അടുത്താണത്. മുറിയൊക്കെ ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് തന്നെ മസ്ജിദ്. അപ്പോൾ ഇതേപോലെയുള്ള വലിയ ഷിപ്പാണ്. ഷിപ്പിനൊന്നും ഇതല്ല, പക്ഷെ ഈ പറഞ്ഞ നമ്മൾ MV ലെഗോൺസ് പോലത്തെ 2000 പുതിയൊരു ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്തതുകൊണ്ട് ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ്. പക്ഷേ സമുദ്രം പാക്കേജിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു MV കവരത്തി എന്നുള്ള ഷിപ്പാണ്. ടോപ്പിലേക്കാണ് പോകണം കേട്ടോ, ഏറ്റവും ടോപ്പ്. അത് റെസ്ട്രിക്റ്റഡ് ആണ്, നല്ല ഹൈറ്റാണ് കേട്ടോ, നല്ല ഹൈറ്റാണിത്. ഇതാണ് MV കവരത്തി. വേറൊരു മോഡലാണ്, പക്ഷെ അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല. പറ്റില്ല കൂടുതലുണ്ട്. സാധാ ഊണോ ഇത് ലഗൂൺസിൻ്റെ മിഷനാണ്. ഫിഷ് ഫ്രൈ ഉള്ള മീൽസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. 70 രൂപയാണ് ഒരു മീൽസിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ ഇവിടെ 12 മണി തൊട്ട് 1 മണി വരെയാണ് ഡൈനിങ് ഹാളിൽ നമുക്ക് ലഞ്ച് കിട്ടുക. എല്ലാവരും ടൈമിംഗ് ഉണ്ട്, അല്ലാതെ നമുക്ക് എപ്പോൾ വന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതല്ല. അത് സെക്കൻഡ് ക്ലാസ്സിൽ താഴെ ബങ്ക് ക്ലാസ്സിൽ അവിടെ കഫ്റ്റേരിയ ഉണ്ട്. ആ കഫ്റ്റേരിയയിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമുക്ക് ചായയും സ്നാക്സും കിട്ടും. അല്ലാതെ ഭക്ഷണം എന്നുള്ള രൂപത്തിലാണ് അവർ അലൗട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഭക്ഷണം വന്നു. റൈസ് ഉണ്ട്, തണ്ണിമത്തൻ, അത് നിർബന്ധമായിട്ട് എല്ലാത്തിനും ഉള്ളതാണ്. പിന്നെ ഒരു ഫിഷ് ഫ്രൈ, പിന്നെ അച്ചാറ്, പിന്നെ എന്താ ഓനോ എന്തത് മത്തങ്ങയും പയറും കൂടെ ഒരു കറി. ഇതൊക്കെയാണ് ഭക്ഷണം. ഇങ്ങനൊരു ഒഴിച്ച് കറി എന്നുള്ള രൂപത്തിൽ ദാലാണുള്ളത്. ദാലൊഴിക്കുമ്പോൾ മതി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, കവരത്തി ഐലൻഡിൽ എത്താറായി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ അവിടെ ഇറങ്ങാനുള്ളവർ ഇറങ്ങണം, അവിടുന്ന് കയറാനുള്ളവർ കയറണം. പിന്നെ വേറെ ഐലൻഡ്സിലൊന്നും നിൽക്കില്ല, നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. വലിയ കപ്പൽ തന്നെ കേട്ടോ, വലിയ കപ്പൽ തന്നെയാണ്. 367 ഞങ്ങൾ താമസിക്കുന്നത്. 4 പേരുടെ ക്യാബിനാണ്.
പക്ഷെ ലഗൂണിൻ്റെ പോലെ നമുക്ക് ഗ്ലാസിൻ്റെ പുറത്തൊന്നും കാണാൻ പറ്റില്ല, അതെല്ലാം ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെയാണ്. സ്പേസ് കുറച്ച് കുറവ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, വാർഡ്രോബ്സ് ഉണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റ്. ഇവിടെ ലോങ് മിറർ ഉണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിനല്ലേ? അതെ. കാരണം ഈ സെയിം സംഭവം തന്നെയാണ് സമുദ്രം പാക്കേജിൽ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ്സും ബങ്ക് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കിട്ടാം. കവരത്തിയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ മാത്രമേ കവരത്തിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. കവരത്തിയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ മാത്രമേ കവരത്തിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അനൗൺസ്മെന്റ് വന്നു, കവരത്തിയിലേക്ക് മാത്രം ഉള്ള ആൾക്കാരെ ഇറങ്ങാൻ പറ്റുള്ളൂ. കവരത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എടുക്കുന്നവരെ കയറ്റുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് ആയ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോരാനുള്ള സംവിധാനം ഇപ്പം ഇല്ല. കാരണം വെയിറ്റ് ചെയ്യില്ല. കാരണം ഇതിൽ കാർഗോ ലോഡ് ചെയ്യുന്നില്ല. ഓൺലി തിങ് ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ പാസഞ്ചേഴ്സ് പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. കാർഗോ ലഗൂൺസിൻ്റെ പോലെ ഇല്ല. പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇവിടെ വൈഫൈ സൗകര്യം ഇല്ല കേട്ടോ. കാരണം ഓപ്പൺ സീയിലേക്ക് പോകുമ്പോൾ നമുക്ക് നെറ്റ് എന്നല്ല സിഗ്നൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കവരത്തിയിലെത്തിയപ്പോൾ അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഫോൺ ചെയ്യാനുള്ള സിഗ്നൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ജെറ്റിയിൽ ഇത് അടുപ്പിക്കില്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ നമ്മൾ അകത്തിൽ നിന്ന് വന്ന പോലെ തന്നെ ബോട്ടിൽ കയറി ഷിപ്പിലേക്ക് കയറി വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും മുകളിലെ ഡെക്കിൽ കയറിയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ മെയിൻ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും റൂമൊന്നും ലോക്ക് ചെയ്യാറില്ല. നമ്മൾ ഡെക്കിലേക്കൊക്കെ പോകുമ്പോൾ റൂം സാധാരണ അടച്ചിട്ട് പോവാറുള്ളൂ. ഇതുവരെ അങ്ങനെ മോഷണം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതായിരിക്കും, അതിന് വേറെ സെപ്പറേറ്റ് കീ ഒന്നും തന്നിട്ടില്ല. അങ്ങ് കാണുന്നതാണ് കവരത്തി ഐലൻഡ് കേട്ടോ. ഇതേപോലത്തെ ബോട്ട് ഇവിടെ വരും. ഇവിടുന്ന് ഇറങ്ങുന്നവർ കയറും, ഐലൻഡിലേക്ക് പോകും. അവിടുന്ന് കയറാനുള്ളവർ ഇതേ ബോട്ടിലൊക്കെ തിരിച്ചു വരും. ഇവിടുന്ന് നല്ല ലുക്കാട്ടോ, കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ റൂമിൻ്റെ ഒരു സ്പേഷ്യസ് ഒരു കുറവ് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ ഹ്യൂജാണ്. കവരത്തിയിലെത്തിയ സമയത്ത് മനുഷ്യ വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോട്ട് അങ്ങ് ദൂരെ എത്തി. ഇവിടുന്ന് ഇങ്ങനെ നേരെയല്ല ഇത് പോവുക, ഇങ്ങനെ ചുറ്റി അതിൻ്റെ എന്താ പറയുക, അതിനൊരു വഴിയുണ്ടല്ലോ, അതനുസരിച്ച് നോക്കിയാണ് നേരെ കവരത്തിയിൽ അവിടെ എത്തുക. അവിടുന്ന് ആൾക്കാരെ ഇറക്കി അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ വരണം. ലാസ്റ്റ് ബോട്ട് അടുത്ത ദിവസമായി നേരെ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കാര്യമൊന്നും കാണുന്നില്ല. ഇന്നലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:15. രാവിലെ MV കവരത്തിയിലെ
ഫസ്റ്റ് ക്ലാസ്സിൽ ഉപ്പുമാവും ചമ്മന്തി മുട്ട ചിക്കിയതുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ബട്ടർ ഇരിക്കണുണ്ടപ്പോൾ ഞാൻ ബട്ടറും ചോദിച്ചു, അതിന് ബട്ടറും തന്നു. പിന്നെ ചായ, ഇതിന് ചായ ഇൻക്ലൂഡഡ് ആണ്. 50 രൂപയാണ് ഒരാൾക്ക്. റേറ്റൊക്കെ വളരെ കുറവാട്ടോ. അല്ല, അപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറംകടലിനോടനുബന്ധിച്ച് നിൽക്കുകയാണ്. കുറേ കാർഗോ ഷിപ്സൊക്കെ കാണാം നമുക്കവിടെ. ഇനി ഷിപ്പ് നമ്മുടെ കൊച്ചി വാർഫിലേക്ക് പോകാനായിട്ട് ഒരു പൈലറ്റ് ഒരു ബോട്ട് വരും. എന്നിട്ട് അദ്ദേഹം ഇതിനകത്ത് കയറിയിട്ട് നമ്മളെ കൊച്ചിയിലേക്ക് എന്താ പറയുക, അതിലേക്ക് കൊച്ചി വാർഫിലേക്ക് പോകും. എല്ലാവരും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ ഡെക്കിൽ കയറി നിൽക്കുകയാണ്. നമുക്ക് അങ്ങനെ ദൂരെ നമുക്ക് കൊച്ചി കാണാം. കുറച്ച് ദൂരെയാണ്, എത്താറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനോഹരമായ ഒരു ലക്ഷദ്വീപ് യാത്ര അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കൊച്ചി വാർഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ അടുത്തായിരിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി. അങ്ങോട്ട് ചാടുന്നുണ്ട് ചേച്ചി, അങ്ങോട്ട് മാറി ചാടുന്നുണ്ടോ? മഞ്ജു നീ ഒന്ന് വിളിക്കുമോ? ഏത് ഭാഗത്തായിട്ടാ? രണ്ടെണ്ണം. കപ്പൽ സൈറനൊക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചിൻ്റെ അടുത്തെത്താണ്. ഫോർട്ട് കൊച്ചിയുടെ ചീനവലയാണ് നമ്മൾ ഈ കാണുന്നത്. ഫോർട്ട് കൊച്ചി ബീച്ചും ചീനവലയും. ഇതാ പാലമൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇനി ഇത്രയും ആൾക്കാർ ഇറങ്ങണം. അപ്പോൾ ധൃതി പിടിച്ച് ഇറങ്ങലൊന്നും നടക്കില്ല. പതുക്കെ പതുക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. കണ്ടോ, ഇതേപോലത്തെ സ്റ്റെയറിലാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരേണ്ടത്. ഇനി നേരെ ആ ബസ്സിലേക്ക് കയറുക. ലഗേജ് ആ കുഞ്ഞു ടെമ്പോ പോലത്തെ സംഭവത്തിൽ കയറ്റുന്നു. നേരെ സ്കാനിങ് സെൻറ്ററിൽ അവിടെ എത്തുന്നു. കവരത്തി, ഇതിലാണ് നമ്മൾ ഇന്നലെ അഗത്തി നിന്ന് കൊച്ചിയിലേക്ക് വന്ന ഒരു വലിയൊരു ഷിപ്പാണ്. തൊട്ടപ്പുറത്ത് കോഡൈല ക്രൂസസിൻ്റെ ഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുംബൈ, ഗോവ, ലക്ഷദ്വീപൊക്കെ പോകുന്ന ഷിപ്പാണ്. ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഷിപ്പാണ്. ഞങ്ങൾ ഒരു ക്രൂസ് ലൈനിൽ പോകുന്നുണ്ട് നെക്സ്റ്റ് ഇയർ. അത് സിംഗപ്പൂരിൽ നിന്നായിരിക്കും. അപ്പം അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ചെയ്യാവുന്നതാണ്. അത് വലിയൊരു ജമണ്ടൻ ഷിപ്പാണ്. ഒരു 8 നില 9 നിലയുള്ള ഒരു ഷിപ്പാണ്. അടിപൊളി യാത്രയാണ്. 3 night 4 days. ഞാൻ ഫാമിലിയും കൂടെ പോകുന്നുണ്ട് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ആ മഞ്ജുവും രാശിയും ഫാമിലിയൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ലക്ഷദ്വീപ് ട്രിപ്പിൽ ഒറ്റ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ടെൻഷൻ. അത് കണക്ടിവിറ്റിയാണ്. ഷിപ്പായാലും ശരി, മറ്റേ എയർ ആണെങ്കിലും ശരി, രണ്ടാണെങ്കിലും, സീ ആണെങ്കിൽ എയർ ആണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ട് പോരുക. അല്ലെങ്കിൽ 2-3 ദിവസം വൈകിയാലും നമുക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺസ് വരാം, ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കണക്ടിവിറ്റിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഒരു എയർ ടിക്കറ്റൊക്കെ ആണെങ്കിൽ 2 മാസം മുന്നേ തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ക്യാൻസലേഷനൊക്കെ സംഭവിക്കാം. ഞങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. ക്യാൻസലേഷൻ വന്നെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രോംപ്റ്റായിട്ട്, അത് ലക്കാണ്, ദൈവം സഹായിച്ചത് നടന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു.
നേരെ വണ്ടി എടുക്കുന്നു, നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപ് കാഴ്ചകളൊക്കെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് അറിയിക്കുക. അതുപോലെ ലക്ഷദ്വീപൊക്കെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിവുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വളരെ ഹാപ്പി ആയിട്ട് മഞ്ജു താഴത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇതിന് കണ്ടോ, ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് നാളെ തെങ്ങിൻ തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷദ്വീപ് യാത്ര സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഒരു 6 വ്ളോഗുകളായിട്ട് നമ്മൾ ഈ ഒരു യാത്ര ചിത്രീകരിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ലക്ഷദ്വീപ് യാത്രയാണ്. വളരെയധികം കാലങ്ങളുടെ കാത്തിരിപ്പെന്ന് പറയാം. ഒരു 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു ലക്ഷദ്വീപ് യാത്ര സാധ്യമായത്. അതിനായും തന്നെ നമുക്ക് ഷമീമിനോടാണ് വളരെയധികം നന്ദി പറയേണ്ടത്. വളരെയധികം മനോഹരമായിട്ട് ഷമീം അത് ഓർഗനൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഫുട്ടേജസ് എല്ലാം ഷമീം എടുത്തതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് ആയിട്ട് ഞങ്ങൾ അതും കൂടെ ഈ ഒരു ബ്ലോഗിൻ്റെ അവസാനം ഹാപ്പി മൊമെൻറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യാണ്. കൂടാതെ ലക്ഷദ്വീപിൽ തന്നെയുള്ള ഹസൻ ബായിയും അബ്ദുവും പിന്നെ ഒരുപാട് ആൾക്കാരുടെ വളരെയധികം സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ലക്ഷദ്വീപ്, യാതൊരു സംശയവും ഇല്ല. കൂടാതെ നമ്മുടെ ഒപ്പം യാത്ര ചെയ്ത റാഷിദ് ഫാമിലിയും സത്താറ് നെച്ചു പിന്നെ കുട്ടികളെ എല്ലാവരും എന്ത് രസമായിട്ടുള്ള ഒരു 4 ദിവസമാണെന്ന് പറയും. ഒരു നിമിഷം പോലും ബോറടിച്ചിട്ടില്ല. വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ അവർ ലൈഫ് എന്ന് പറയാം. അത്ര മനോഹരമായിരുന്നു. എന്തായാലും പുതിയ ബന്ധങ്ങളായി, പുതിയ എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ബിഹേവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധിച്ച ഒരു യാത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ലക്ഷദ്വീപ് നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. വളരെയധികം നല്ല മനുഷ്യരാണ്, അവരായിട്ട് ഇടപഴകുക. ടൂറിസത്തിനെ വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. എന്തായാലും വളരെ ഭംഗിയുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ മോൾദീവ്സും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ലക്ഷദ്വീപും ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിച്ചു. രണ്ടും തമ്മിലൊരു കമ്പാരിസണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ലക്ഷദ്വീപിന് ഒരുപാട് നല്ല രീതിയിൽ ടൂറിസം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി അവിടുത്തെ ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മനോഭാവം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. വീണ്ടും നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മാസം ഫുക്കറ്റിലേക്ക് യാത്ര പോവുകയാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ദുബായ് സീരീസും വിയറ്റ്നാം സീരീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.